ഹലയ ബന്ധപ്പെട്ടിരിക്കുന്നു ദേത് കവിളത കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഞങ്ങൾ ഓരോ പാരാമീറ്ററും കുറച്ചുകൂടി വിശദമായി പഠിക്കും. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് സ്ഥാപിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ വിശദമായി പഠിക്കാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾ ഓർഗനൈസേഷന്റെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും. ഈ അവലോകനം മെയ് 27, 2025 നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ജെയ്ത് കകലത് കമ്പനി ഉപവിഭാഗത്തിൽപ്പെടുന്നു. ഡലെൻഡ് 64 ഓർഗനൈസേഷനുകൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രാതിനിധ്യമാണ്. വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഓർഡറുകളുടെ പട്ടിക നോക്കും. സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ്: 10 പോയിന്റിൽ 9.5. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 1.6 പോയിന്റാണ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ US സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ 1.9 പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്കോറിനെതിരെ 9.5 കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം കമ്പനികളും 12 മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു. 14.4% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിലെ വില വ്യതിയാനങ്ങൾക്കെതിരെ 1123.6%. സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം തുക $1.8 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $67 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $1.03 ബില്യൺ. $29 ബില്യൺ ഉപവിഭാഗ മൂലധനം. വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ധനം ഓഹരി വിപണി മൂലധന മൂല്യനിർണ്ണയത്തിന്റെ കാര്യത്തിൽ ഉപവിഭാഗത്തിൽ 2.692%. പുസ്തക മൂല്യം 3.523%. കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് 1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് $0.031 ബില്യൺ കടബാധ്യതയുണ്ട്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ മൂലധനത്തിന്റെ 3% പ്രതിനിധീകരിക്കുന്നു. കമ്പനിയുടെ ഡെറ്റ് റേറ്റിംഗ് വളരെ നല്ലത് 2 പോയിന്റ്. കമ്പനിയുടെ വിലവരുമാന അനുപാതം 29 ആണ്. ഉപവിഭാഗം 0 ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ നല്ലത് 2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $62 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $140 മില്യൺ ആയി കണക്കാക്കുന്നു. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 2.7 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 4.2 ആണ്. ഉപവിഭാഗ സ്കോറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാത സ്കോറും നല്ലത് 0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $670 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $1040 മില്യൺ ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. വിൽപ്പന മാർജിൻ 9.3%. ഉപവിഭാഗത്തിൽ ശരാശരി -16.4%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 4.163%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 55% കൂടുതലാണ്.
കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം $2,666,000 തുല്യമാണ്. ഉപവിഭാഗത്തിന് ഇത് $4,124,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ അളവ് $91.8 ഉപവിഭാഗത്തിലെ ശരാശരി -$160.4 ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന $991,000 ആണ്. ഉപവിഭാഗത്തിൽ $977,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗ ശരാശരിയായ 5.7% താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 7.5%. സാങ്കേതിക സൂചകം GRE14 കമ്പനിക്ക് 49% നിലവാരം കാണിക്കുന്നു. ഉപവിഭാഗത്തിന് ഈ നില 56%. കമ്പനിയുടെ ഓഹരിയുടെ മൂല്യം ഏകദേശം $32.11 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $38.81 ആണ്. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. ഷെയറുകൾ വിലയിരുത്തുന്നതിനുള്ള റഫറൻസ് സിസ്റ്റം ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ വിശകലനത്തിന്റെ ഫലമായി സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് ഒരു തീരുമാനം എടുക്കുന്നു. $32.1 ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക. കമ്പനിക്ക് സാമാന്യം ഉയർന്ന മൂല്യമുള്ളതിനാൽ ഓർഡർ തുറന്നു. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതികളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 35.27 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 28.93 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ 2025 ജൂൺ 26 സെഷന്റെ അവസാനം ഡീൽ സ്വയമേവ പരിഹരിക്കപ്പെടും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ വിൽപ്പനയ്ക്കുള്ള ഒരു ബാലൻസിംഗ് ഇടപാടാണ്. ബാലൻസ് ഇടപാടിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കപ്പെട്ടതോ ആയിരിക്കും. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് 1. വിപരീത ക്രമം അന്തിമ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് പ്രേക്ഷകർക്ക് നന്ദി.